ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം ഉയർപ്പ് കാലം 4-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. 11 ശിഷ്യന്മാരും ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ നമസ്കരിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലേക്ക് അവരെ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ തക്കവിധം അവരെ പഠിപ്പിക്കുവിൻ. ഞാനോ യുഗാന്തം വരെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക്, രൂപാന്തരീഭാവം നടന്ന മലയാണിത്. ആ രൂപാന്തരീഭാവം നടന്ന മലയിലേക്ക് അന്ന് കൊണ്ടുപോയത് 3 പേരെയാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അന്ന് യേശു തൻ്റെ ഈ മനുഷ്യത്വം എന്ന മനുഷ്യ രൂപം, ആ മാനുഷികത, ആ വിരി പതുക്കൊന്ന് ഉയർത്തി അവർക്ക് തൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു ചെറിയ മിന്നൊളി കാണിച്ചു കൊടുത്തു. പത്രോസൊക്കെ ഭയപ്പെട്ടു. എങ്കിലും ദൈവത്തെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയപ്പാടാണത്. ആ ഭയം തീർക്കാനായിട്ട് അന്ന് യേശു അവരെ സ്പർശിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 17:1 ഈ പറയുന്ന ഈ രൂപാന്തരീഭാവത്തിൻ്റെ ഉയർന്ന മല യേശു അവരെ സ്പർശിച്ചുവെന്ന് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നോക്കിയാൽ നമ്മൾ ഈ മലകൾ തന്നെ, പല മലകൾ നമുക്ക് കാണാം. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നത് ഉയർന്നൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. എന്നിട്ട് സകല രാജ്യവും അതിൻ്റെ മഹത്വം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മലയിലാണ് ഈ അവസാനത്തെ പരീക്ഷ, മൂന്നാമത്തെ പരീക്ഷ നടക്കുന്നത്. അത് ലൂക്ക അവതരിപ്പിക്കുന്നത് 2-ാമത്തെ പരീക്ഷയായിട്ടാണ്. ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ പരീക്ഷ യെരൂശലേം ദേവാലയത്തിലാണ്. ആ ക്രമമെല്ലാം ഇതൊരു നാടകീയ അവതരണമാണ്. ആ ക്രമമെല്ലാം ഒരു ദൈവശാസ്ത്ര ക്രമമാണ്. ചരിത്രത്തിൽ സംഭവിച്ച ആ പടം റിപ്പോർട്ട് ചെയ്തിരിക്കുകയല്ല. ചരിത്രത്തിൽ സംഭവിച്ചതിനെ ചില ക്രമത്തിൽ അവർ ദൈവശാസ്ത്ര ചിന്ത വെച്ചിട്ട് ക്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൾ അവസാനിച്ചത് ഒരു മലയിൽ വെച്ച, നിനക്ക് നീ എന്നൊന്ന് ആരാധിച്ചാൽ നിനക്ക് ഈ ലോകത്തിലെ സകല അധികാരവും അതിന് മഹത്വമൊക്കെ നൽകാമെന്ന് സാത്താൻ അന്ന് പറഞ്ഞു. കർത്താവ് അത് നിഷേധിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് മലയിലെ പ്രസംഗം. 5-ാമത്തെ അധ്യായത്തിൽ മലയിലെ പ്രസംഗം, മലയിൽ വെച്ചാണ് പ്രസംഗം. പിന്നെ നമ്മൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു, കർത്താവ് ഇറങ്ങി വരുന്നു. പിന്നെ 10 അത്ഭുതങ്ങൾ ചെയ്യുന്നു. പിന്നെ രൂപാന്തരീഭാവം, അതൊരു മലയിലാണ്. അപ്പം ഇങ്ങനെ ഈ മലകൾ തന്നെ പല പ്രാവശ്യം. അപ്പോൾ ദൈവവുമായിട്ട് അടുത്തിരിക്കുന്ന ഒരു ഇടം എന്ന മലയ്ക്ക് അർത്ഥമുണ്ട്. അതാണ് രൂപാന്തരീഭാവമൊക്കെ അതാണ്. പരീക്ഷണങ്ങളുടെ സ്ഥലം എന്ന അർത്ഥമുണ്ട്. പരീക്ഷ ജയിക്കുന്ന സ്ഥലം എന്ന അർത്ഥമുണ്ട്. അങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് ബൈബിളിൽ ഈ മല എന്നുള്ളതിന്. ഏതായാലും ഈ രൂപാന്തരീഭാവം നടന്ന മലയിലേക്കാണ് യേശു പറയണേ, നിങ്ങൾ പോകണം. അവിടെ വെച്ചിട്ട് പ്രേക്ഷിത കൽപ്പന കൊടുക്കുകയാണ്. അപ്പോൾ രൂപാന്തരീഭാവത്തിൻ്റെ മല പ്രേക്ഷിത കൽപ്പനയുടെ മലയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. കർത്താവ് രൂപാന്തരം പ്രാപിച്ച മല ഏതാണോ അവിടെ വെച്ചിട്ടാണ് കർത്താവ് ഈ പ്രേക്ഷിത കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ പ്രേക്ഷിത കൽപ്പനയുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ മലയായി രൂപാന്തരപ്പെടുകയാണ്. പക്ഷേ ഈ മലയിൽ വെച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കതിലേക്ക് വരാം. അപ്പോൾ അന്ന് പരീക്ഷകളുടെ മലയിൽ വെച്ചിട്ട് സാത്താൻ അധികാരം ലോകത്തിന് അധികാരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ച കർത്താവ് ഇപ്പോൾ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഇപ്പം എനിക്കുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അവനെ കണ്ടപ്പോൾ അവർ അവനെ നമസ്കരിച്ചു. ചിലർ സംശയിച്ചു. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഈ 11 പേരും ഉത്തുബനെ നേരിട്ട് കണ്ടു. ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായെ ഈ 11 ശ്ലീഹന്മാരും കണ്ടു. യേശുവിൻ്റെ ഉത്ഥാനം 1-2 ആളുടെ വ്യക്തിപരമായ മാനസികമായ ഒരു അനുഭവമല്ല, വസ്തുനിഷ്ഠമായ ചരിത്രപരമായ സത്യമാണ്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ഈ ഉത്ഥിതനെ നേരിട്ട് കണ്ട വളരെയധികം പേരുടെ ഒരു പട്ടിക തന്നെ പൗലോസ് നൽകുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പെട്ടു എന്ന് ഈ പത്രോസ് ലേഖനം എഴുതുന്ന ക്രിസ്തുവർഷം 55 പറയുന്നുണ്ട്.
ഈ ക്രിസ്തുവർഷം 33-ലാണ് കർത്താവ് ഉത്ഥാനം ചെയ്യുന്നത്. 55-ലാണ് കൊരിന്തോസർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട 500-ലധികം സ്ലീഹന്മാരിൽ കുറച്ച് പേരൊക്കെ എപ്പോഴും സ്ലീഹന്മാരില്ല, ശിഷ്യന്മാരിൽ കുറച്ച് പേര് ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏതാനും ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു കഥയോ അല്ലെങ്കിൽ മാനസികമായ ഒരു യോഗാത്മക അനുഭവമോ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഒന്നും മാത്രമല്ല അതൊന്നും അല്ലത്. ചരിത്രപരമായ വസ്തുനിഷ്ഠമായ സംഭവമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവർ യേശുവിനെ നമസ്കരിച്ച് ആരാധിച്ചു. യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്ന യഹോവ സാക്ഷികളും യേശു വെറും പ്രവാചകൻ മാത്രമാണെന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്കൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുകയാണ് യഹോവ സാക്ഷികൾ. അവർ തിരുവചനത്തിനെതിരാണ്. അതുപോലെ തന്നെ അവരുടെ അജണ്ട, ഈ ചില മുസ്ലിം സഹോദരന്മാരുടെ അജണ്ടയാണ് യഹോവ സാക്ഷികൾ കൊണ്ട് നടക്കണേ. ഇവരെല്ലാവരെയും അജണ്ട എന്താണ്? യേശു ദൈവമല്ലെന്ന് സ്ഥാപിച്ചില്ലെങ്കിൽ അവർക്ക് പ്രസക്തി ഇല്ലാണ്ടാവും. അപ്പോൾ യേശു ദൈവമല്ല, മരിച്ചിട്ടില്ല, മരിച്ചെന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലേ അവർക്ക് അവരുടെ മതങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. നമ്മൾ അവരെ ആക്രമിക്കാത്തതിന് കാരണം അവരെ ആക്രമിക്കാതെ തന്നെ നമുക്ക് നിലനിൽപ്പുണ്ട്. നമ്മളെ ആക്രമിച്ചാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? അതായത് നമ്മളെ വശത്ത് സത്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്രമിക്കാത്തത്. നമ്മുടെ വിശ്വാസം നമ്മൾ അടിച്ചേൽപ്പിക്കുകയോ വിശ്വസിക്കാത്തവർക്ക് ഒന്നും കളയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ? നമുക്കറിയാം നമ്മൾ പറയുന്നത് സത്യമാണെന്ന്. നമ്മൾ പറയുന്ന കാര്യം സത്യത്തെ നിഷേധിച്ചാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഒരു നിഷേധാത്മക തരത്തിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കും, സത്യത്തെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും, സത്യത്തെ കുറിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സത്യം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരെയും ആക്രമിക്കാതെ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആക്രമിച്ചാലും അവർ വിജയിക്കില്ല. കാരണം അവരുടെ വശത്ത് സത്യമില്ല, നമുക്ക് സത്യമുണ്ട്. അവരുടെ വശത്ത് സത്യമില്ലെന്ന് മാത്രമല്ല, അവർ സത്യത്തെ എതിർക്കുന്നവരുമാണ്. യഹോവ സാക്ഷികളും ഈ ക്രിസ്തു മരിച്ചിട്ടില്ല, ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മുസ്ലിംസും. മൂന്നാമത്തത്, ഈ 11 പേരും യേശുവിനെ ആരാധിച്ചു, നമസ്കരിച്ചു. ആ ആരാധന സൂചിപ്പിക്കുന്ന അവരുടെ വിശ്വാസമാണ്. യേശു കർത്താവും ദൈവവുമാണ് എന്നവർ പരസ്യമായി ഏറ്റുപറയുകയാണ്. അതാണ് വിശ്വാസത്തിന്റെ ഒരു സംഗതി. നമ്മൾ വിശ്വാസം ഒരു പേഴ്സണൽ കാര്യമാണെന്ന് പലരും പറയും. വ്യക്തിപരമായ കാര്യമാണ് വിശ്വാസം. അല്ല, വ്യക്തിപരമായ കാര്യമല്ല. അതൊരു പരസ്യമായ കാര്യമാണ്, പരസ്യമായി പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളൊരു വിശ്വാസത്തെ ആരും മോശമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതൊക്കെ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ നമ്മുടെ വിശ്വാസം ഏറ്റു പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിക്ക് വരുന്നവരോട് അവർ പറയുന്നത് പോലും നമ്മൾ കേട്ട് അവർ പറയുന്നത് പലപ്പോഴും ചെയ്യും. ഇല്ലേ? 3 പടി വേണം, തെക്കോട്ട് വാതിൽ വെക്കരുത്, ഇങ്ങനെ 100 യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം പറയും. വീടിൻ്റെ മെയിൻ വാതിലിന് മുമ്പിൽ കുപ്പത്തൊട്ടി വെക്കരുത്, ഈ ഡസ്റ്റ്ബിൻ. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയി നോക്കിയാൽ അവിടെയാണ് വെച്ചിരിക്കുന്നത്. കാരണം മുനിസിപ്പാലിറ്റി വണ്ടി വരുമ്പോൾ എടുത്തു കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. എന്നിട്ട് അവരൊക്കെ നശിച്ചു പോകുക. ഇങ്ങനെ തെറ്റായ അന്ധവിശ്വാസങ്ങളുടെ കൂടാണ് നമ്മുടെ നാട്ടിൽ. ആ അന്ധവിശ്വാസങ്ങളൊക്കെ ക്രിസ്ത്യാനികളോട് പറയും, ക്രിസ്ത്യാനികൾ വിശ്വസിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ പോകണം? ഇതിനെല്ലാം മറികടന്ന് ഉത്ഥാനം ചെയ്തവനാണ് കർത്താവെന്നും ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നതെന്നും നിങ്ങൾ അവരിൽ വിശ്വസിച്ചാൽ ഈ വക അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകയില്ലെന്നും പറയേണ്ടവരാണ് നമ്മൾ. അതിന് പകരം അവരുടെ ഈ തെറ്റായ വിശ്വാസങ്ങൾ പോകുന്നതിന് കാരണം വിശ്വാസത്തെ നമ്മളിങ്ങനെ പേഴ്സണലായിട്ട് കൊണ്ട് നടക്കുകയും നമ്മുടെ വിശ്വാസം എന്താണെന്ന് അറിയുകയും ചെയ്യാത്തതുകൊണ്ടാണ്. പള്ളിയിൽ പോയത് കൊണ്ട് മാത്രം വിശ്വാസം ആകില്ല. വിശ്വാസം പരസ്യമായി ഏറ്റുപറയാൻ കിട്ടുന്ന വേദികൾ നമ്മുടെ കുടുംബത്തിലും ജോലി സ്ഥലത്തും ഒക്കെ ഉണ്ട്. മറ്റുള്ളൊരു അന്ധവിശ്വാസം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതിന് കാരണം ഇതാണ്. സമയത്തെയും ദേശത്തെയും അതിലംഘിക്കുന്ന അതിൻ്റെ കർത്താവും ദൈവവുമായിട്ടുള്ള ഒരുത്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകുന്നതാണ് വിശ്വാസം. അതാണ് ഇവർ പരസ്യമായിട്ട് ഏറ്റുപറയാണ്. നാലാമത്തത്, വിശ്വാസത്തോടൊപ്പം സംശയം ചേർത്ത് വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ വിശ്വാസിയിലും സന്ദേഹമുണ്ടാകാം, സന്ദേഹത്തിന് വിത്തുണ്ടാകാം. ഏത് സന്ദേഹിയിലും വിശ്വാസത്തിന് വിത്തുമുണ്ടാകാം. ഞാനൊരു 2 അനുഭവങ്ങൾ പറയാം. ഒരു വളരെ പ്രായം ചെന്ന ഒരു സന്യാസി, അങ്ങനെ ആ സന്യാസി ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഭയങ്കര ശക്തമായ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെ ലോക പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ദൈവമില്ല എന്ന് വിചാരിക്കുന്നത് നിരീശ്വരവാദി. ആരുടെ മുമ്പിലും ദൈവമില്ലെന്ന് തെളിയിക്കാൻ ശക്തിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു നിരീശ്വരവാദി. അപ്പോൾ ആ നിരീശ്വരവാദിയോട് ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു സന്യാസിയുണ്ട്, ദൈവത്തിൽ ശക്തമായി വിശ്വസിക്കുകയും വളരെ പ്രസിദ്ധനായ വിശ്വാസിയായ ഒരു സന്യാസിയുണ്ട്, ആ സന്യാസിയുടെ അടുത്തേക്കൊന്നും പോകാമോ? അപ്പോൾ ഈ നിരീശ്വരവാദി ഈ സന്യാസിയെ നേരിട്ട് കണ്ട്
ദൈവമില്ല എന്ന് സന്യാസിയുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി നിരീശ്വരവാദി ചെല്ലുകയാണ്. അങ്ങനെ ഈ സന്യാസിയുടെ അടുത്ത് ചെന്നു. സന്യാസി വാതിൽ മുട്ടിയപ്പോൾ സന്യാസി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സന്യാസി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുസ്തകം അടച്ചു വെച്ചു. കുടിക്കാൻ എന്താ വേണ്ട, ചായ വേണം, കാപ്പി വേണം, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ നന്നായിട്ട് സന്യാസി വെൽക്കം ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഈ നിരീശ്വരവാദി ദൈവമില്ലെന്ന് സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ വാദഗതികൾ, ദൈവമുണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് ദൈവമില്ല എന്നങ്ങ് സ്ഥാപിച്ചു. സന്യാസി എല്ലാം കേട്ടിരുന്നു. അങ്ങനെ അപ്പം ഈ സന്യാസിക്ക് ബോധ്യമായി ദൈവമില്ല എന്ന് ബോധ്യമായി എന്നാൽ മട്ടിൽ ഈ നിരീശ്വരവാദി പോകാനായിട്ട് എഴുന്നേറ്റു. അങ്ങനെ വാതിലിന് അവിടെ എത്തിയപ്പോൾ ഈ സന്യാസി പറഞ്ഞു, ഒറ്റ കാര്യം, ദൈവമില്ലെന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അഥവാ ഉണ്ടെങ്കിലോ, ദൈവമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കുന്നു. അഥവാ ഉണ്ടെങ്കിലോ, ദൈവം ഉണ്ടെങ്കിലോ, ഇവിടെ പറഞ്ഞ് നിർത്തി. സന്യാസിയോടെ നിർത്തി. ഈ നിരീശ്വരവാദി ആകെ അസ്വസ്ഥനായി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ ഉണ്ടെങ്കിലോ എന്ന ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. പിന്നീട് അദ്ദേഹം വിശ്വാസിയായി മാറുകയാണ്. ഇത് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഏറ്റവും കടുത്ത നിരീശ്വരവാദിയിൽ പോലും ദൈവം ഉണ്ടെങ്കിലോ എന്നൊരു ചോദ്യം ഉണ്ടാകും. ഇല്ലെന്ന് കൃത്യം തെളിയിക്കാൻ അവർക്കൊന്നും പറ്റില്ലല്ലോ. ഉണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റാത്തതുപോലെ ഇല്ലെന്ന് തെളിയിക്കാൻ അവർക്കും പറ്റില്ല. ദൈവം ഇതിനൊക്കെ അതീതനാണെന്ന് അർത്ഥം. നമ്മുടെ വാദപ്രതിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിക്കാനും ഉണ്ടെന്ന് പറയാനും ഇല്ലെന്ന് തെളിയിക്കാനും ഒന്നും പറ്റുന്ന ഒരാളല്ല ഈ ദൈവം. അപ്പോൾ കടുത്ത നിരീശ്വരവാദിയിലും ദൈവം ഉണ്ടെങ്കിലോ എന്ന സന്ദേഹമുണ്ടാകാം. കടുത്ത വിശ്വാസിയിലും അയ്യോ അല്ലേ ആ ഒരു പ്രശ്നം ഉണ്ടാകാം. അത് അവതരിപ്പിക്കാൻ മറ്റൊരു സംഭവം ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്. ഞാൻ മറ്റൊരു സംഭവം പറയാം. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ 24ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആളാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധയാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ച ഒരാളാണ്. പക്ഷെ അവരുടെ ഡയറി കുറിപ്പുകളുണ്ട്. മലയാളത്തിലൊക്കെ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരാഴ്ചത്തെ ഡയറി കുറിപ്പ് അവർ പ്രസിദ്ധപ്പെടുത്തിയില്ല കന്യാസ്ത്രീമാർ. കാരണം അവർ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ, ഈ അവസാന ദിവസം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്ന ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ്. അവരെഴുതിയിരിക്കുകയാണ്, ഐ ആം ടോർമെന്റഡ് ബൈ ദ വേഴ്സ്റ്റ് ടെംപ്ടേഷൻ ഓഫ് എഥേയിസം. നിരീശ്വരവാദം ഇല്ല, ഈശ്വരൻ ഇല്ല എന്ന ഏറ്റവും വൃത്തികെട്ട പ്രലോഭനങ്ങൾ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവമില്ല എന്ന ഏറ്റവും വൃത്തികെട്ട പ്രലോഭനങ്ങൾ എന്നെ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഉണ്ടോ എന്നൊരു സംശയം ഇത്ര വലിയ വിശുദ്ധിയായ വേദപാരംഗതയാണ്, ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്, പ്രേക്ഷിതരുടെ മധ്യസ്ഥയാണ്, ഈ മതിൽക്കെട്ടിനും കോൺവെന്റ് മതിൽക്കെട്ടിന് പുറത്തു പോകാത്ത ആള്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ തൊട്ടാൽ ദൈവം തൊടുന്നത് പോലെ ആയിട്ടാണ് ജനങ്ങൾക്ക് തോന്നിയിരുന്നത്. അത്രയും വിശുദ്ധി ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്കും ഏറ്റവും അവസാനം വന്നപ്പോൾ ചെറിയൊരു ഒരു സന്ദേഹമുണ്ടായെന്നാണ്. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ചിലര് അവർ ആരാധിച്ചു, സംശയിച്ചു. ഏറ്റവും വലിയ വിശ്വാസിക്കും ചെറിയ സന്ദേഹത്തിന്റെ വിത്തുണ്ടാകാം. ഏറ്റവും വലിയ നിരീശ്വരവാദിക്കും ദൈവം ഉണ്ടോ എന്ന സംശയത്തിന്റെ വിത്തുണ്ടാകാം. ഇത് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന സംഗതിയാണ്. തുറന്ന ശ്രീബുദ്ധന്റെ മറ്റൊരു വാചകം എനിക്ക് തോന്നുന്നത്, ആവശ്യത്തിന് വിശ്വാസവും ആവശ്യത്തിന് സന്ദേഹവും ഉണ്ടെങ്കിൽ നിർവ്വാണം പ്രാപിക്കാനാണ്. എന്ന് വെച്ചാൽ ഒട്ടും സംശയമില്ല എന്നുള്ള ഒരു അവസ്ഥയല്ല വിശ്വാസം. നന്നായിട്ട് വിശ്വസിക്കുന്നവർക്കും ചില ഘട്ടങ്ങളിൽ സന്ദേഹം ഉണ്ടാകാം. അത് കണ്ടുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ്. പിന്നെ ഒരു സംഗതി കൂടിയുണ്ട്. ഈ 11 പേരും കർത്താവിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ വേറെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. 11 പേര് വിശ്വസിച്ചുവെന്നും ഉത്തമൻ ആദ്യം കണ്ടവരെ സംശയിച്ചുമെന്നൊക്കെ സൂചന കൂടി ഉണ്ടാകാം. വിശ്വസിച്ചവരെന്ന് സംശയിച്ചെന്നും സൂചന ഉണ്ടാകാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. ഈ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അല്ലേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും അവിടെ മഹത്വം തരാമെന്നായിരുന്നു പണ്ട് സാത്താൻ്റെ ഓഫർ. നമ്മൾ കണ്ടു കഴിഞ്ഞത് 4-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും അവിടെ മഹത്വം നിനക്ക് തരാം. ഈ ലോകത്തിൽ സകല അധികാരം കിട്ടുന്നു വിചാരിക്കുക. എന്നാൽ എന്തായിരിക്കും അത്? ഒരു ചക്രവർത്തിയുടെയോ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെയോ അമേരിക്കൻ പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയോ ഒക്കെ രാഷ്ട്രീയ അധികാരം. അത്രയേ ഉള്ളൂ. അത് ഇത്ര വലിയ അധികാരമാണോ? നമ്മുടെ മേലെ എന്താ അധികാരമുള്ളവർക്ക്? നികുതി കൂട്ടാം, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം പറഞ്ഞിട്ട് നമ്മളെ കൊന്നുകളയാം. ഇതൊക്കെ അധികാരമാണോ? അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകില്ലേ?
ഇവർക്ക് എന്താ അധികാരം നമ്മുടെ മേലുള്ളത്? നികുതി കൂട്ടാം, ഇല്ലേ? പണം കൊള്ളയടിക്കാം, ബാങ്കിലിട്ട് പൈസ തരാതിരിക്കാം, തരുമെന്ന് പറഞ്ഞ ജോലി തരാതിരിക്കാം, നമുക്കെതിരെ രാജ്യദ്രോഹം കുറ്റോ അല്ലെങ്കിൽ മറ്റു ദ്രോഹങ്ങൾ കുറ്റോ നമ്മൾ കൊന്നു കളയാന്ന് വിചാരിക്കുക. ഇതൊക്കെ അധികാരമാണോ ശരിക്ക്? അവർ കൊന്നു കളഞ്ഞില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകില്ലേ? പിന്നെ എന്താ അധികാരം? എന്തധികാരം അവർക്കുള്ളത് ശരിക്ക്? അത് വെറും രാഷ്ട്രീയ അധികാരമാണ്. ആ അധികാരത്തെയാണോ നമ്മൾ പേടിക്കണേ? ഇത്തരം അധികാരമാണോ യേശുവിന് വേണ്ടത്? അല്ല. അതുകൊണ്ട് യേശു നിരസിച്ചു. പിന്നെയോ, ഇപ്പൊ കുരിശുമരണം, തിരുവുത്ഥാനം എന്നിവയിലൂടെ അവൻ നേടിയത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരമാണ്. ജീവന്റെ മേലും മരണത്തിന്റെ മേലുമുള്ള അധികാരം. മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശുവിന് സകല ദൈവിക അധികാരങ്ങളും ദൈവപിതാവ് കൊടുത്തിരിക്കുകയാണ്. അവൻ തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി താഴ്ത്തിയപ്പോൾ ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ അത്യധികം ഉയർത്തി, സകല നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകരും ഭൂലോകരും അധോലോകരും മുഴങ്കാലം അടക്കുകയും എല്ലാ നാവും യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക ദൈവത്തിന് മുമ്പിൽ, പിതാവായ ദൈവത്തിന് മുമ്പിൽ അവന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ഫിലിപ്പിയ ലേഖനം 2:6-11 വരെയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ദൈവം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ പുത്രനാണ് ശരി. നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? എൻ്റെ പുത്രനാണ് ശരി. അവനെ ഞാൻ ഉയർപ്പിച്ചിരിക്കുന്നു. മരണത്തിന് അതീതമായ ജീവനിലേക്ക് ഞാൻ അവനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതിനാൽ സകല ജീവികളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്ന് മാത്രമല്ല, അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ കിട്ടും. അനശ്വര ജീവൻ അവർക്ക് മാത്രമേ കിട്ടൂ. ആർക്ക്? അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രം. കാരണം മരിച്ചവരെ ഉത്ഥാനം ചെയ്തിരിക്കുന്ന ഏക വ്യക്തിയാണ് യേശുക്രിസ്തു. ശ്രീബുദ്ധനോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മുഹമ്മദോ ആരും തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതായത് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് അവരാരും പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഈ അനശ്വര ജീവൻ നൽകാനും കഴിയില്ല. പിന്നെ ആത്മാവിന് സ്വയമേവ അമർത്തതയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഒരിക്കലുമില്ല. ആത്മാവിന് വെറുതെ അങ്ങ് അമർത്തിയതായിട്ടിരിക്കാൻ കഴിയില്ല. ഇല്ലേ? ആത്മാവ് ഇല്ലേ അമർത്യമാണ്, അതുകൊണ്ട് ശരീരമല്ലാതെ അങ്ങ് ജീവിച്ചോളും എന്നൊക്കെ വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അങ്ങനെയല്ല, അങ്ങനെ സാധിക്കില്ല. ആത്മാവിന് സ്വയമേവ സ്വർഗത്തിൽ പോകാനോ അമർത്യമായിരിക്കാനും മരണമില്ലാത്തൊരവസ്ഥയിലായിരിക്കാനും കഴിയില്ല. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിവുള്ളവനെ പേടിക്കാന്ന് പറഞ്ഞത് കർത്താവിനെ പേടിക്കാനാണ്. തീർച്ചയായിട്ടും പാപം ചെയ്താൽ നമ്മൾ മരണത്തിനെ കൊല്ലാനായിട്ട് സാത്താൻ അധികാരം കിട്ടും. അത് പാപം ചെയ്താലേ ഉള്ളൂ, പാപത്തിൽ തുടർന്നാലേ ഉള്ളൂ. പാപം ചെയ്താൽ പോരാ, പാപത്തിൽ തുടരണം. പാപം ചെയ്തു നമ്മൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആ അധികാരം സാത്താനില്ല. ചുരുക്കത്തില് യേശുവിന്റെ അധികാരം എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമാണ്. ആ അധികാരത്തില് ഉത്ഥാനത്തിന്റെ സാക്ഷികളായ സ്ലീഹന്മാർക്ക് ഒരു പങ്ക് കൊടുക്കുകയാണ്. എന്തിനെന്നറിയോ? സകല ജനതകളെയും ശിക്ഷപ്പെടുത്താൻ. സകല ജനം ശിക്ഷപ്പെടുത്തി യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ രക്തത്താലും, അതായത് മാമോദീസയാലും കുർബാനയാലും അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മയെല്ലാം ഒട്ടിച്ച് ചേർക്കാൻ തോമാസ് ലീഗയെ ഒട്ടിച്ച് ചേർത്തതുപോലെ. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത അനശ്വരമായ ജീവൻ നമുക്ക് കിട്ടുക. ഇത് ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കാനാണ് കർത്താവ് ഈ രൂപാന്തരീഭാവത്തിന്റെ മലയിലേക്ക് ഇവരെയും കൂട്ടിക്കൊണ്ടുപോയി പ്രഖ്യാപിക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ലോകത്തോട് പ്രഖ്യാപിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഓരോ ക്രിസ്ത്യാനികൾക്കും ഈ അധികാരം നൽകപ്പെട്ടിരിക്കുക. ഇത് നമ്മുടെ പെന്തക്കോസ്തക്കാരൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി, യഹോവ സാക്ഷികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ പ്രചരിപ്പിക്കുന്നത് നമ്മളുടെ അത്രയും ഉറച്ച സത്യമല്ല, പാതി സത്യമാണ്. യഹോവ സാക്ഷികളെ ശുദ്ധ തെറ്റാണ് പറയണേ, പെന്തക്കോസ്തക്കാർ ഒരു പാതി സത്യമാണ് പറയണേ. നമ്മളുടെ കയ്യിൽ മുഴുവൻ സത്യമുണ്ടായിട്ട് നമ്മളത് വീട് വീടാന്തരം കയറി ഇറങ്ങി പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ വശത്തെ ഒരു പോരായ്മയാണ്. ഈ നമ്മിൽ നിന്ന് പോയവരാണ് ഈ യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരൊക്കെ. അവർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് പാതി സത്യവും തെറ്റായ കാര്യവും അവതരിപ്പിക്കുന്നു. നമ്മൾ സത്യം മിണ്ടാതിരിക്കുന്നു. നമ്മളും വീട് വീടാന്തരം കയറി ഇറങ്ങി ചുരുങ്ങിയ പക്ഷം വീടുകൾ സന്ദർശിക്കുമ്പോഴെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഈ പരദൂഷണം കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടും.
നമ്മൾ കർത്താവ് ഈ ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ള, മരണത്തിൻ്റെയും അഴുകളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് പ്രവേശിച്ച അവനിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെട്ടതിൻ്റെ ആ അനുഭവം നമുക്ക് ജീവിക്കാൻ പറ്റും. കുറച്ചെങ്കിലും സുവിശേഷം പറയാനായിട്ട് നമ്മൾ പഠിച്ചാൽ, ഈ പരദോഷമൊക്കെ മാറ്റിയിട്ട് കുറച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന രീതി ചുരുങ്ങിയ പക്ഷം നമ്മൾ വീടുകൾ സന്ദർശിക്കുമ്പോഴെങ്കിലും പറയാൻ, അത് നമ്മുടെ വീട്ടിലേക്ക് വരും ജോലിക്കാരോട് പറയാൻ ഒക്കെ സ്നേഹനിലയ്ക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അപ്പോഴാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകുക, കർത്താവ് നമ്മെ സ്പർശിച്ച അനുഭവം ഉണ്ടാകുക. അതുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.